ഇപ്പോൾ നമ്മളിപ്പോൾ എംപ്ലോയർ സൈഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ഈസിയാണ് അല്ലേ? കാരണം അവിടെ പോയിട്ട് ജോലി അന്വേഷിച്ച് നടന്ന് കഷ്ടപ്പെട്ട് ഇപ്പോൾ കുറേ ഞാൻ കേട്ടിട്ടുണ്ട് വിസിറ്റ് വിസയിലൊക്കെ ജോലി ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞ് ശമ്പളം ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ നാട്ടിൽ നിന്ന് ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ പഴയ പോലും ഇല്ല. ഇപ്പോൾ യു എയിൽ ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 1 മുതൽ ജനുവരി 1 മുതൽ വിസിറ്റ് വിസയിലുള്ള ഇപ്പോൾ മുമ്പൊക്കെ ചെയ്തിരുന്ന ഓരോരുത്തർ ഇങ്ങനെ ട്രെയിനിങ്ങും അതൊക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്നത് അതും പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് 50,000 ദിർഹംസാണ് ഫൈന്. ഇയാളെ ഡിപ്പോർട്ട് ചെയ്യാണ്. സ്ഥാപനം 1 മന്ത് വരെയൊക്കെ അടച്ചിടാണെന്നുള്ള എത്രത്തോളം ഇതുണ്ടെന്ന് അറിയില്ല. 50,000 ദിർഹംസ് ഫൈൻ ഉണ്ട് എന്നുള്ളത് അവർ പൂട്ടില്ലാതെ നിർത്തിനാലോ 2 ആൾക്കാർ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഈ ഒരു ട്രാൻസ്പെറൻസി എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവത്തിന് വേണ്ടി? ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി ഒരു ട്രസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതിലിങ്ങനെ കോൺടാക്ട് ചെയ്യാനും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിലൊരു ട്രസ്റ്റ് ഉണ്ട്. ഒരു സ്ഥാപനത്തിൽ നമുക്ക് ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റും കൂടി ഒരു ഭാഗമാണ്. അപ്പോൾ അത് ഉണ്ട്.